എന്താ വേണമെങ്കിലേ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞേ? നിങ്ങള് ഇത്ര പെട്ടെന്ന് ഓടി വരണമെന്നൊന്നുമില്ലായിരുന്നു, പതുക്കെ വന്നാൽ മതിയായിരുന്നു. എന്താണ് കാര്യമെന്നൊന്ന് പറയാച്ചാ? മോനെ, ശ്രീലക്ഷ്മിക്ക് അവിടെ വല്ലാത്ത പ്രശ്നങ്ങളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളൊക്കെ അവളോട് ക്ഷമിച്ചാലും ഞാൻ അവളോട് ക്ഷമിക്കില്ല. അവൾ അത്രയ്ക്ക് ദ്രോഹം അമ്മയോട് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് ഈ വീടിന്റെ പിന്നിൽ വന്ന് ആ രുക്മിണി കൂടോത്രം ചെയ്തപ്പോ അതിനും അവൾ അവരെ സപ്പോർട്ട് ചെയ്തു. എന്റെ പ്രിയെ തകർത്ത് കളയോന്നും പറഞ്ഞുകൊണ്ട് അവളെ ഹരീഷിനെ കൂട്ടി വന്നില്ലേ? ഞാൻ അന്നാ ഇലക്ഷന്റെ മൂഡിൽ നടന്നോണ്ടാ, അല്ലെങ്കിൽ ഹരീഷിന്റെ പരിപ്പും പയറും ഇളക്കി വിട്ടേനെ. അവൾ എന്ത് ചെയ്താലും അവളെ എനിക്ക് മറക്കാനോ വെറുക്കാനോ പറ്റില്ല. അവളും എനിക്ക് നിന്നെപ്പോലെ മകളാ. ദാണ്ടെ ഇവിടെ നടന്ന നാശകോശങ്ങൾക്കെല്ലാം കാരണം അവളാണ്, ആ രുക്മിണി. അവളൊരു പൂതനയാണ്. ഞാൻ ചില ഐഡിയകൾ പറയാം. ദാണ്ടെ, ഞാൻ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചില ഐഡിയകൾ പറയുമ്പം പലർക്കും എന്നോട് പുച്ഛമാണ്, പുച്ഛം. ഞാൻ വലിഞ്ഞു കയറി താമസിക്കുന്നവളല്ലേ, വെറും ബന്ധുക്കാരിയല്ലേ, വിവരമില്ലാത്ത വെറും കഴുതയല്ലേ എന്നൊക്കെ. പക്ഷേ ഈ രാധമ്മ എന്ന നിലവിളക്കിനെയും വേണു ആശാൻ എന്ന പാട്ടവിളക്കിനെയും ഓർത്ത് ഞാൻ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാം. അത് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. ദാണ്ടെ, രുക്മിണി വീണ് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. രുക്മിണിയെ വീഴ്ത്താനുള്ള പണി ഞാൻ പറഞ്ഞു തരാം. പട്ടിക്കാട് പട്ടേരി എന്നൊരു ഉഗ്ര മന്ത്രവാദിയുണ്ട്, അങ്ങ് അരുവിക്കരയ്ക്കടുത്ത. 2 കരിങ്കോഴിയിലും 2 കരിമ്പൂച്ചയിലും 1 മൂങ്ങയിലും ഒരു പ്രയോഗം അങ്ങ് ചെയ്തു തരും. ഇനി പൂച്ചയും മൂങ്ങയും പിടിക്കാൻ പോണോ? പപ്പടവട പൊടിക്കുന്നത് പോലെ പട്ടേരി രുക്മിണിയെ പൊടിച്ചു കളയും. ഓ, നെഗറ്റീവ് മാജിക്. അയ്യോ, കൂടോത്രമല്ല, അതുക്കും മേലെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ താക്കീതായിട്ട് തന്നെ കരുതിക്കോ. ഇവിടെ ഈ കൂടോത്രത്തിന്റെ കാര്യം മിണ്ടിപ്പോരുത്. ഞങ്ങളൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങളെ പറയാറുള്ളൂ, ചിന്തിക്കാറുള്ളൂ. ഈ വക സാത്താൻ സേവയുടെ കാര്യം ഇനി ഇവിടെ മിണ്ടിപ്പോരുത്. എന്താ വേണമെങ്കിലേ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞേ? നിങ്ങള് ഇത്ര പെട്ടെന്ന് ഓടി വരണമെന്നൊന്നുമില്ലായിരുന്നു, പതുക്കെ വന്നാൽ മതിയായിരുന്നു. എന്താണ് കാര്യമെന്നൊന്ന് പറയാച്ചാ? മോനെ, ശ്രീലക്ഷ്മിക്ക് അവിടെ വല്ലാത്ത പ്രശ്നങ്ങളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ആ രുക്മിണി അവൾക്ക് ഒരു സ്വസ്ഥയും കൊടുക്കുന്നില്ല. പിന്നെ രുക്മിണി ഈ ലൈഫിൽ മൊത്തം അവൾക്ക് തേനും പാലും കൊടുക്കുമെന്ന് അമ്മ വിചാരിച്ചോ? ഇതൊക്കെ നമ്മള് നേരത്തെ പ്രതീക്ഷിച്ചതാ. അത് മാത്രമല്ല മോളെ, ജാതകവശാല് ഇപ്പൊ അവൾക്ക് ഇത്തിരി മോശം സമയമാണ്. എന്നാ പിന്നെ അച്ഛൻ അവളുടെ ജാതകം വെച്ച് ഒന്ന് നോക്കിക്കൂടെ? അച്ഛൻ ഇതൊക്കെ അറിയാവുന്നതാണല്ലോ. എൻ്റെ മകളുടെ ജാതകം ഞാൻ നോക്കുന്നത് ശരിയല്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണം? വേറൊന്നും വേണ്ട മക്കളെ. പുന്നക്കലമ്മയുടെ തിരുനടയിൽ പോയി ഒരു കൈപ്പണം. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു പൂജാരിയുണ്ട്. അങ്ങേരെ കൊണ്ട് അവളുടെ ജാതകം ഒന്ന് നോക്കിക്കണം. അതിനെന്താ, നമുക്ക് നാളെ രാവിലെ പോ. രാജുകുട്ടാ, രാജുക്കുട്ടനോ? റൊമാൻറ്റിക് വിളിയാണെന്നൊന്നും തെറ്റിദ്ധരിക്കില്ലേ? എന്നെ ചിലപ്പോഴൊക്കെ ഋതുക്കുട്ടിന്ന് വിളിക്കാറുണ്ടല്ലോ. ആ ഒരു സ്റ്റൈലില് ഞാനും അങ്ങനെ വിളിച്ചു പോയതാ. എന്നാ ശരി, എന്തിനാ വിളിച്ചത് ഋതുക്കുട്ടി? അപ്പോ നമ്മൾ ഇന്നിവിടെ ക്യാമ്പല്ലേ? അതെ, നമ്മുടെ ലൈഫ് അങ്ങനെയാണല്ലോ. ഒരു ദിവസം അവിടെയാണെങ്കിൽ ഒരു ദിവസം ഇവിടെ. അതൊരു ചേഞ്ച് അല്ലേ രാജു? ലൈഫിനൊരു ചേഞ്ച്. ചേഞ്ച് മാത്രമേ ഉള്ളൂ.
ലൈഫില്ല. അതെന്താ? നമ്മൾ എന്ന് കല്യാണം കഴിച്ചോ അന്ന് മുതൽ ഇന്ന് വരെ ജീവിതത്തിൽ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ഒരു സ്വസ്ഥതയും ഇല്ല. അതുകൊണ്ട് ലൈഫും ഇല്ല. ആ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടേ, അവൻ വളരെ നേരത്തെ കല്യാണം കഴിച്ചു. ഈ അടുത്ത ദിവസം ഞാൻ അവനെ കണ്ടു. കുട്ടികൾ എത്രയാടാന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പ അവൻ പറഞ്ഞു കുട്ടികളൊന്നുമില്ലാന്ന്. അതെന്ത് പറ്റിയെന്ന് എന്റെ ചോദ്യം. ഉടനെ അവന്റെ മറുപടി, ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നത്തിന്റെ ഇടയില് പരസ്പരം നോക്കാനേ നേരമില്ല, പിന്നെ എങ്ങനെ കുട്ടികൾ ഉണ്ടാവാനാന്ന്. ആ ഫ്രണ്ട് പറഞ്ഞതേ വെറും ഫൂളിഷ് ആയ ആൻസറാ. പ്രോബ്ലംസ് ഇല്ലാത്ത മനുഷ്യരില്ല. അങ്ങനെയുള്ളവരൊക്കെ കുട്ടികളില്ലാതെയാണോ ജീവിക്കുന്നത്? അതും ശരിയാ. ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ പരസ്പരം സ്നേഹിക്കാൻ പറ്റൂ. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും കൂടെ വേണം. അല്ല, ഞാൻ ചിന്തിക്കുന്ന അതല്ല. ആ ബ്രിട്ടീഷ് ബംഗ്ലാവില് ഒന്നാന്തരം ഒരു വൈബില് പോയി താമസിച്ചിട്ടും നമുക്കൊരു സമാധാനവും കിട്ടിയില്ലല്ലോ. ഇനി നമുക്ക് വല്ല ശാപവും കിട്ടിയിട്ടുണ്ടോ? ഞാൻ സ്വർഗത്തിലെ പഴുതാരയായോ? സ്വർഗത്തില് കട്ടുറുമ്പല്ലേ സാധാരണ വരാറുള്ളത്? അല്ല, എന്റെ കെട്ടിയോൻ ഓട്ടം തുള്ളലാശാന്റെയും സ്വർഗത്തില് മിക്കവാറും പഴുതാര ശല്യമായിരുന്നു. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ, അതവിടെ നിക്കട്ടെ. അല്ല, 3-4 കുഞ്ഞിക്കാലുകൾ നമുക്ക് എന്നാ കാണാൻ പറ്റുന്നത്? അല്ല, പിള്ളേരിനി 5 ആയാലും പേടിക്കണ്ട. ഞാൻ അതുങ്ങളെ താരാട്ടുപാടി ഉറക്കിക്കൊള്ളാം. നല്ല 1-ാം തരം കുഞ്ഞുങ്ങളായി വളർത്തി ഞാൻ ആ കയ്യിലങ്ങ് വെച്ച് തരും. നല്ല സംസ്കാര സമ്പന്നരായി അല്ലേ? അതെ അതെ അതെ. പിന്നെ എന്താ അളിയന്റെ അമ്മ കാണാൻ വന്നത്? ചിക്കനോ മട്ടനോ വേണോ? അതൊക്കെ എന്റെ ഡോഗിന് പോലും വേണ്ട. മടുത്തന്നേ. ഇപ്പൊ 3 നേരം ഒരു അമുക്കാടെ ജ്യൂസ് അടിച്ചങ്ങ് കുടിക്കും. അമുക്കാടോ അല്ല വല്യമ്മേ, അവക്കാടോ. അതെന്ത് തേങ്ങയെങ്കിലും ആവട്ടെ, അത് നല്ല 1-ാം തരം. വല്യമ്മയ്ക്ക് ഞങ്ങളെ കൊണ്ട് എന്തോ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് പറയേ. മക്കളെ, നിങ്ങൾ ഈ വീട്ടിൽ ഇല്ലെങ്കിൽ വല്യമ്മയ്ക്ക് ഒരു സുഖവും ഇല്ല. കപ്പയില്ലാത്ത കള്ളിഷാപ്പ് പോലെ നിങ്ങളില്ലാത്ത ഈ വീട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം നിങ്ങളോടൊപ്പം വന്ന് വർമ്മ സാറിന്റെ വീട്ടിൽ നിന്നോട്ടെ. അതെ അളിയന്റെ അമ്മേ, അവിടെ വീടിനെ ഈ വൈറ്റ് വാഷും പെയിന്റിങ്ങും മെയിൻ്റനൻസ് പണിയൊക്കെ തുടങ്ങുക. ഒരു മാസം കഴിഞ്ഞോട്ടെ, അല്ലരുത്? അതെ, 1 മാസത്തേക്ക് വല്യമ്മ ഒന്ന് ക്ഷമിക്കേ. ശരി ശരി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോറിക്ഷയിൽ ആ വീടിന്റെ മുമ്പിൽ കൂടെ പോവും. വൈറ്റ് വാഷ് നടക്കുന്നുണ്ടോന്ന് അറിയണമല്ലോ.